ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നിക് വ്ളോഗ്സിനെ അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് ചാരിറ്റി പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ നിക് വ്ളോഗ്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് നല്ലൊരു ഫാൻ തന്നെയാണ് ഞാനും. കാരണം എന്താ വെച്ചാൽ എല്ലാവരും നിക് വ്ളോഗ്സിനെ അറിയാത്തവരായിട്ട് ആരും ഇല്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം അവതരിപ്പിച്ച രീതി അല്ലെങ്കിൽ ഈ ഒരു സഹായം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വളരെ എന്താ പറയുക രസകരമായിട്ടുള്ള രീതിയിലും അതുപോലെ തന്നെ നമുക്ക് ആരെയും മോട്ടിവേറ്റഡ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക സഹായം തന്നെയാണ് പുള്ളിക്കാരൻ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്ക് തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യം തന്നെയാണ്, ആരും തെറ്റ് പറയുന്നില്ല. എങ്കിൽ അദ്ദേഹത്തിന് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ മൊത്തം മറന്നു പോകുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപാട് പേര് കണ്ടു കാണും. എന്നാലും എനിവേ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി കിടക്കാം. ഇങ്ങനത്തെ പ്രോജക്റ്റുകളും ഇങ്ങനത്തെ വലിയ വലിയ പ്രോജക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രചോദനം നിങ്ങൾ തരുന്ന ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയില്ല, ഇങ്ങനത്തെ വലിയ വലിയ പ്രോജക്ട്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ അധികം പണത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സത്യം ഞാൻ പറയട്ടെ, യൂട്യൂബിൽ നമുക്ക് അത്രയും വലിയൊരു വരുമാനം കിട്ടത്തില്ല, പ്രത്യേകിച്ച് മലയാളം ഓഡിയൻസിന് വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു സൈഡ് ബിസിനസ് അല്ലെങ്കിൽ സൈഡ് സ്രോതസ് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു സ്രോതസ്സിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാൻ പോകുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു ബ്രോക്കർ എന്നൊരു ആപ്പിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇതാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ ഇമെയിലും പാസ്വേഡും കൊടുക്കണം. പിന്നെ നമ്മുടെ പ്രോമോ കോഡ് NIC100 നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 100% ബോണസ് ആണ് ഓൺ യുവർ ഫസ്റ്റ് ഡെപ്പോസിറ്റ്. ഈ കാണുന്നത് ഇതാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നല്ല കിടിലൻ ഇന്റർഫേസ് ആണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് 130-ലധികം അസറ്റ്സും കറൻസീസും കാണാൻ പറ്റും. അതിൽ ഏത് വേണം നമുക്ക് ട്രേഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കൊരു ട്രേഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന പോലെ ഞാനൊരു അസറ്റ് സെലക്ട് ചെയ്തു. പിന്നെ ഇവിടുന്ന് ഒരു എമൗണ്ട് കൂടി ഞാൻ സെലക്ട് ചെയ്തു. എനിക്ക് തോന്നുന്നത് അപ്പോഴാ പോകുന്നു തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. യെസ്, നിങ്ങൾ നോക്കി വളരെ എളുപ്പത്തിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കുറച്ച് ക്യാഷ് ഏൺ ചെയ്തു. പിന്നെ നമുക്ക് ഈ കിട്ടിയ ക്യാഷ് വളരെ എളുപ്പത്തിൽ വിഡ്രോയും ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവരുടെ 24/7 സപ്പോർട്ടും ലഭ്യമാണ്. അപ്പോൾ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ കമന്റിലും പിൻ ചെയ്തു. നേരെ ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ എല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പം ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് ആപ്പാണ്. കാരണം ട്രേഡിംഗ് ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ട്രേഡിംഗ് എന്ന് പറയുന്നത് പണ ഇടപാട് എന്ന് പറയുന്ന ഈ ഒരു ട്രേഡിംഗ് സെറ്റപ്പ്, ഇതിലൂടെ പൈസ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് അല്ലേ? ആരും വിശ്വസിച്ച് നമുക്കൊരു പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഒരു ക്രൂഷ്യൽ മൊമെൻ്റ് ആണ് ഇപ്പോഴത്തെ സമയത്ത്. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ ക്രൈസിസ് മുതലെടുത്തിട്ടാണ് പല ഇതുപോലുള്ള ആപ്പുകളും ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളും നല്ല തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതുപോലുള്ള നിക് വ്ളോഗ്സിനെ പോലുള്ള ആൾക്കാർ ഈ രീതിയിലുള്ള പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക പൈസയ്ക്ക് വേണ്ടിയിട്ട് ശരിക്കും കഷ്ടപ്പെടുന്ന ഒരുപാട് യുവാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലേ? ഒരുപാട് ലൈഫുണ്ട്. കാരണം ഓരോ വ്യക്തിയും പല രീതിയിൽ പൈസ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാനുള്ള വഴികളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഇദ്ദേഹം ഇതുപോലെ ഒരു പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ആപ്പ് സജസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുവിധം ഇതുപോലുള്ള യുവാക്കൾ, ഇദ്ദേഹത്തെ വിശ്വസിക്കുന്ന, ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്ത് ചെയ്യും? നേരെ തിരിച്ച് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും ഈ രീതിയിലുള്ള ട്രേഡ് ചെയ്യാനും ഒക്കെ സാധ്യത കൂടുതലാണ്. ഈ ചെയ്യുന്ന സമയത്ത് ഇവർക്കൊരു നഷ്ടം വന്നു എന്ന് കരുതുക. ചെറിയ പൈസ ആയിക്കോട്ടെ വലിയ പൈസ ആയിക്കോട്ടെ, നഷ്ടം വന്നു എന്ന് വിചാരിക്കുക. ആ സമയത്ത് ആര് ഉത്തരവാദിത്തം പറയും? അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇതിൽ അഡിക്റ്റ് ആവാനും അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം സംഭവിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വന്തം റിസ്കിൽ മാത്രം കളിക്കുക എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സ്വന്തം റിസ്കിൽ കളിക്കാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ സ്വന്തം റിസ്കിൽ മാത്രം കളിക്കുന്ന ഈ ഒരു ആപ്പിനെ അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ എന്തിനാണ് ഇദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹത്തിന് ഉറപ്പുണ്ടോ? അദ്ദേഹം പറയുന്നു, ഞാൻ ട്രേഡ് ചെയ്തു, എനിക്ക് പൈസ കിട്ടി, ഒരു സാമ്പിൾ ട്രേഡ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അതിലൂടെ ട്രേഡ് ചെയ്തിട്ട് അദ്ദേഹം പൈസ കിട്ടുന്നതൊക്കെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ ആരെയാണ് കബളിപ്പിക്കാൻ നോക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ രീതിയിലുള്ളൊരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഏത് രീതിയിലാണ് നിങ്ങൾ മുതലെടുക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം നിങ്ങൾ ഇട്ടിട്ട് അതിൽ നിങ്ങൾ ട്രേഡ് കാണിച്ച് അതിലൂടെ നിങ്ങൾക്ക് പൈസ കിട്ടുന്നത് കാണുന്ന ഓരോ വ്യക്തിയും എന്താ ചിന്തിക്കുക? ഇത് കുറച്ചും കൂടി ജെന്യൂനാണ്, എന്നാൽ ഞാൻ പോയിട്ട് ട്രേഡ് ചെയ്തേക്കാം. എന്നിട്ടോ 500, 1000, 5000 ഇട്ടിട്ട് അഡിക്റ്റായി ലക്ഷങ്ങളുടെ നഷ്ടം വരുമ്പോഴാണ് തിരിച്ചറിയാൻ കഴിയുള്ളൂ, എൻ്റെ പൈസ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇറങ്ങും, നിക് വ്ളോഗ്സ് അങ്ങനെ പറഞ്ഞു, നിക് വ്ളോഗ്സ്. ഞാൻ പറയല്ലേ, ആരെങ്ങനെ പറഞ്ഞാലും ഈ ആപ്പ് യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ചിന്തിക്കേണ്ട നിങ്ങളാണ്. പൈസ എന്ന് പറയുന്നത് ആർക്കും എവിടെയും വെറുതെ കിട്ടില്ല. നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിച്ച് മാത്രം ഇതുപോലൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഒരാളുടെ പ്രൊമോഷൻ കണ്ടിട്ട്, കാരണം പല സിനിമാ താരങ്ങളും ഇതുപോലുള്ള കാര്യങ്ങൾ വന്ന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജംഗിൾ റമ്മി എന്ന് പോലെ പറഞ്ഞ ആപ്പുകൾ ഒരുപാടുണ്ട്. അത് ട്രേഡിംഗ് അല്ല, ഇതുപോലുള്ള നമ്മുടെ റമ്മി ആപ്പുകളാണ്. കാരണം ഒരുപാട് പെയ്ഡഡ് ആയിട്ടുള്ള, കാരണം ഇവർക്കൊക്കെ കിട്ടുന്ന ഫണ്ട് എന്ന് പറയുന്നത് ചില്ലറ പൈസ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ ആപ്പ് ഇതുപോലുള്ള വലിയ വലിയ നടന്മാർ വന്ന് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്രയും വലിയ വ്യക്തികൾ വന്ന് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് എത്രത്തോളം പ്രതിഫലം കൊടുക്കേണ്ടി വരും ഈ ഒരു പ്രൊമോഷൻ വർക്കിന് വേണ്ടി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇതുപോലുള്ള ആപ്പുകൾ ഇതുപോലുള്ള വലിയ വലിയ ആൾക്കാരെ വെച്ച് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് എത്രത്തോളം ഫണ്ട് ഈ ആപ്പിലൂടെ കിട്ടുന്നുണ്ടാവും.
അതുകൂടെ എത്ര പേര് ഇതിലൂടെ നഷ്ടം വഹിക്കുന്നുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഓരോ വ്യക്തികളും പൈസ ഇട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് അവർ വിചാരിക്കുന്നത് എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് ഭാഗ്യമില്ല അതുകൊണ്ടാണ് കേട്ടോ പൈസ പോയത്, അല്ലെങ്കിൽ അയ്യോ എൻ്റെ സമയം ശരിയില്ല അതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്കറിയില്ല അതുകൊണ്ടാണ് പൈസ പോയി എന്ന് സ്വയം സമാധാനിപ്പിക്കുന്ന യുവാക്കളാണ് ഇതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ഇത് കളിക്കുന്ന ആൾക്കാർ. അല്ലേ, സ്വാഭാവികമായിട്ട് അവരുടെ സിറ്റുവേഷൻ, മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. അപ്പം ഈ ഒരു അവസ്ഥയാണ് ഈ ഒരു ആപ്പ് നിർമ്മിക്കുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. കാരണം അവർ മനഃപൂർവ്വമാണ്. ഞാൻ അതിനൊരു തെളിവായിട്ട് നിങ്ങൾക്ക് ഞാനൊരു ഓഡിയോ കൂടി കേൾപ്പിച്ചു തരാം. ഈ ഒരു ഓഡിയോ നിങ്ങൾക്ക്, ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ എക്സാക്ട് വശം എന്നുള്ളത്. ഞാൻ കേൾപ്പിച്ചു തരാം. കടത്തിലോട്ട് പോയി. അപ്പൊ ഞാനിപ്പോ ഈ കാണുന്ന യൂട്യൂബിൽ ഇങ്ങനത്തെ വല്ല വീഡിയോസോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രൊമോട്ട് കാണുമ്പോൾ അതിന്റെ താഴത്ത് പോയി ഞാൻ കമന്റ് ചെയ്യാറുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ നിക്കിന്റെ കാര്യം എടുത്ത് പറയാം. നിക്കിന്റെ വീഡിയോ കണ്ട ഉടനെ മിനിഞ്ഞാന്നാണ് ഞാൻ കാണുന്നത്. അതിനടിയിൽ പോയി ഞാൻ മെസ്സേജ് ഇട്ടു ഇങ്ങനെയുള്ളതിനെ പ്രൊമോട്ട് ചെയ്തെന്ന് വെച്ചാൽ പുള്ളിയുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ പുള്ളി ആരാണത് കൈകാര്യം ചെയ്യുന്നതല്ല, അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തു. അപ്പൊ വീണ്ടും ഞാൻ ഒരു കമന്റ് ഇട്ടു, വീണ്ടും ഡിലീറ്റ് ചെയ്തു. അപ്പൊ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ? അവർക്കറിയാം ഇത്, അതായത് നെഗറ്റീവ് കമന്റ്സ് വരരുത് എന്നറിയാം. അതിൽ നിക്ക് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ പറയുന്ന കാര്യം നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാനാണെന്ന് ഉള്ള രീതിയിൽ പറയുന്ന എല്ലാവർക്കും. പക്ഷെ അതിന്റെ കൂടെ തന്നെ പുള്ളി പറയുന്നുണ്ട് പൈസ നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം. അപ്പൊ പുള്ളിക്ക് അറിയാൻ സംഭവം നമ്മളൊരു അഡിക്ഷൻ ആക്കും. സംഭവം നമ്മൾ കുറച്ച് പൈസ എല്ലാം ആദ്യം നമുക്ക് തരും, തന്ന് ഓട്ടോമാറ്റിക് നമ്മൾ അഡിക്ഷൻ ആവും. മദ്യപാനം പോലെ തന്നെയാണ്. എനിക്കെല്ലാം എന്റെ വൈഫ് പുറത്തുള്ളത്, സാലറി അയക്കുന്ന സമയത്ത് എനിക്ക് കൈ വിറയ്ക്കും ഇത് ചെയ്യാതെ. ഈ ആപ്പിലോട്ട് പൈസ ഇട്ട് കൈ വിറയ്ക്കും. ഞാൻ പറഞ്ഞ നമുക്ക് വിശ്വസിക്കില്ല, ആ ഒരു അവസ്ഥയിലോട്ട് എത്തും. ഞാനിപ്പോ അതെല്ലാം നിർത്തി. പക്ഷെ ഇനി പ്രത്യേകിച്ച് ചെറുപ്പക്കാരുള്ള ചെറിയ പിള്ളേരിനെ അത് ചെയ്യുമ്പോൾ പൈസയ്ക്ക് വേണ്ടി അവർ പലതും ചെയ്യേണ്ടി വരും. എത്ര രൂപ പോയിട്ടുണ്ട് ഇപ്പോ ഇതുവരെ? എനിക്ക് ഞാനൊരു 20 ലക്ഷത്തിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, വിറ്റു. അതെങ്ങനെയാ വെച്ചാൽ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ബിനോം എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പൊ അതിലൊക്കെ നമ്മൾ 350 രൂപ മിനിമം ഒരു ട്രേഡ് എന്ന് വെച്ചാൽ 350, 1000 ഇപ്പൊ നമുക്ക് ചില സമയത്ത് കിട്ടും, പൈസ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പിന്നെ 1000, അതിൽ 60,000 വരെ നമുക്ക് ഞാൻ ചെയ്യുന്ന സമയത്ത് ഇതായിരുന്നു. അപ്പൊ ഞാൻ 25,000, 40,000 കിട്ടുന്നുണ്ട് ഒരു ട്രേഡ്. വലിയ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ എപ്പോഴൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അപ്പൊ നമ്മൾ വാച്ച് ചെയ്യും. പിന്നെ നമ്മൾ ട്രേഡ് ഒന്നും കിട്ടില്ല നമുക്ക്. പക്ഷെ നമ്മൾ ചെറിയ എമൗണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അങ്ങനെ പല പല രീതിയിൽ ഞാൻ കുറെ നോക്കിയായിരുന്നു, പല രീതിയിൽ ട്രിക്ക് ഉണ്ട്. പക്ഷെ എന്തായാലും അവസാനം നമ്മുടെ പൈസ അങ്ങോട്ടായിരിക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടിയെന്ന് വെച്ചോ, അപ്പൊ അവര് വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവര് പറയും ഇത് ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ട്രേഡാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഈ വിഡ്രോവൽ നിങ്ങൾ പെൻഡിങ് വെച്ചെന്ന് പറയും. ആ പൈസ തരില്ല. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ അല്ലേ, ഇതുപോലുള്ളൊരു ആപ്പ് യൂസ് ചെയ്തിട്ട് പൈസ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് പറയുന്നത്. കാരണം ഇതൊരു അഡിക്ഷനാണ്. പുള്ളിക്കാരൻ പറയുന്നത് വളരെ കറക്റ്റാണ്. നമ്മൾ 1 രൂപ ഇട്ട് നമുക്ക് 2 രൂപ കിട്ടി, അപ്പോൾ നമ്മൾ വീണ്ടും ആ 1 രൂപയ്ക്ക് വേണ്ടി വീണ്ടും കളിക്കും. അതിലൂടെ നമുക്ക് പൈസ കിട്ടുവാണെങ്കിൽ നമ്മൾ വീണ്ടും അത് കളിച്ചുകൊണ്ടിരിക്കും. ഇനി ഇൻ കേസ് കളിച്ച് നമുക്കൊരു 1000 രൂപ കിട്ടിയെന്ന് വെക്കുക, സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഒരു 1000 രൂപ കിട്ടി. 1000 രൂപ കിട്ടുന്ന സമയത്ത് നമ്മളെന്താ ചിന്തിക്കുക, ഒന്നും കൂടി കളിച്ച് നോക്കാം, ചിലപ്പോൾ ഇത് വീണ്ടും ഒരു 1000 ഉണ്ടാവാമെന്ന് കരുതും. ആ 1000 നമ്മൾ കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ 1000 നമുക്ക് നഷ്ടപ്പെടുന്ന വരും. ആ നഷ്ടപ്പെടുന്ന സമയത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ആ നഷ്ടപ്പെട്ടത് പിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മളൊരു എമൗണ്ട് അതിലേക്ക് ഇടും. അല്ലേ, കറക്റ്റ് അല്ലേ? ഇത് തന്നെ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ആപ്പിൻ്റെ അഡിക്ഷൻ, അല്ലെങ്കിൽ ഞാൻ പറയില്ലേ, നഷ്ടങ്ങളെന്നും നമുക്ക് തിരിച്ച് നേടാനേ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. അല്ലേ, നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചെങ്ങനെ പിടിക്കണം, അത് നമ്മുടെ ഒരു വാശിയാണ്. മലയാളികൾ എന്നല്ല, ഏതൊരു വ്യക്തിയും ഒരു എന്താ പറയുക, ആ ഒരു മൈൻഡ് പോസിറ്റീവിലാണ് എപ്പോഴും നമ്മൾ നിൽക്കുക. അല്ലേ, നമുക്ക് നഷ്ടപ്പെട്ടു, ആ 1000 നമുക്ക് തിരിച്ച് പിടിക്കണം. അത് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു 1000 ഇടും, അത് വീണ്ടും നഷ്ടപ്പെടും. ആ 2000 തിരിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു 1000 അല്ലെങ്കിൽ 5000 ഇടും, ആ 5000 നമുക്ക് നഷ്ടപ്പെടും. ഇനി ചിലപ്പോൾ നമ്മളത് തിരിച്ചു പിടിക്കുക, ആ 5000 ഇടുന്ന സമയത്ത് നമുക്ക് ഒരു 10,000 കിട്ടിയെന്ന് വെക്കാം. അപ്പോൾ നമ്മൾ സമാധാനിക്കും, കിട്ടി, സെറ്റ്. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, അതിന് പകരം ആ ഒരു 10,000 പകരം ചിലപ്പോൾ ഒരു 20,000 ഇട്ടെന്ന് വരും. അങ്ങനെ നമുക്ക് നഷ്ടമാവുന്ന പൈസ നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. നമുക്ക് നഷ്ടപ്പെടുന്ന ഓരോ എമൗണ്ടും നമുക്ക് അറിയാതെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് ഒരു ആപ്പിൻ്റെ ട്രിക്കാണ്. കാരണം നമ്മുടെ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇവർ ഈ ഒരു ആപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഒരു മാനസികാവസ്ഥ ഇത് തന്നെയാണ് വെച്ച് അവർ യൂസ് ചെയ്യുന്നത്. കാരണം ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ, കാരണം ഞാൻ പറഞ്ഞില്ലേ, നിക്ക് വ്ളോഗ്സിനെ പോലുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് മുന്നേയും ഇതേപോലെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ പ്രൊമോട്ട് ചെയ്ത പല വ്യക്തരായ, അല്ലെങ്കിൽ എന്താ പറയുക, പ്രധാനികളായ കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട്. കാരണം ആരും ഇതിന് സപ്പോർട്ട് ചെയ്യരുത് എന്ന് തന്നെയാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. സപ്പോർട്ട് ചെയ്താലും പോട്ടെ, നിങ്ങൾ ഇതുപോലുള്ള പ്രൊമോഷൻ വീഡിയോസ് കാണുമ്പോൾ ഒരാളും പോയിട്ട് ഇതുപോലുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ വാക്കും കേട്ടിട്ട് ട്രേഡ് ചെയ്യാൻ നിൽക്കരുത് എന്നുള്ളതാണ്. കാരണം നിങ്ങളിൽ പൈസ ഉണ്ടോ, നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കാരണം നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഈ ഒരു വ്യക്തിക്ക് ചിലപ്പം ഈ ഒരു ഫണ്ട് കിട്ടിയെന്ന് വരാം. കാരണം ഓരോ ആൾ ഇൻസ്റ്റാൾ ചെയ്ത് ഇത് കളിക്കുന്നതിനനുസരിച്ച് എന്താ പറയുക, നിക്ക് ആ ഒരു ഐഡി തന്നല്ലോ, നിക്ക് 600 സംതിങ് ലൈക്ക് ദാറ്റ്, ആ ഒരു ടോക്കൺ നമ്പറും അടിച്ചിട്ട്
അദ്ദേഹത്തിൻ്റെ പേര് അവിടെ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അദ്ദേഹം പറഞ്ഞ പ്രൊമോഷൻ ത്രൂ ആണ് ഓരോ വ്യക്തിയും കയറിയത് എന്നുള്ള വ്യക്തമായിട്ട് ഈ ആപ്പുകാർക്ക് മനസ്സിലാവും. അതിനനുസരിച്ചുള്ളൊരു ഫണ്ട് നിക് വ്ലോഗ്സിന് കിട്ടും. നിങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാത്ത പക്ഷം നിങ്ങൾ റീചാർജ് ചെയ്താൽ മാത്രമാണ് ഈ ടോക്കൺ അവിടെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ റീചാർജ് ചെയ്യാൻ എത്ര എമൗണ്ട് ആണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള ഫണ്ടാണ് പുള്ളിക്കാരന് കിട്ടുക. അല്ലെങ്കിൽ ഈ പ്രൊമോട്ട് ചെയ്യാൻ ഓൾറെഡി ഒരു ഫണ്ട് കിട്ടിയിട്ടുണ്ടാവും, അതിൻ്റെ കൂടെ എക്സ്ട്രാ ഫണ്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും. അതായിരിക്കും ഇതിൻ്റെ ഒരു എന്താ പറയുക ബിഹൈൻഡ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യാം. സ്വന്തം റിസ്കിൽ പൈസ പോയാലും കുഴപ്പമില്ല, നിക് വ്ലോഗ്സിനെ ഹെൽപ്പ് ചെയ്താൽ മതി എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതല്ലാത്ത പക്ഷം ഒരാളും ഇതിൻ്റെ പുറകെ പോകാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കാരണം നിങ്ങൾക്ക് നഷ്ടമാവുന്നത് എത്ര ഫണ്ടാണോ നിങ്ങൾക്ക് അറിയാൻ പോലും പറ്റില്ല. നിങ്ങൾ പൈസ ഇടുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നിങ്ങളൊരു വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുക ഞാൻ ഈ ഒരു ആപ്പ് ത്രൂ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളത്. സോ അതിനു വേണ്ടി നിൽക്കണ്ട എന്നുള്ളതാണ്. അപ്പം അറിയുന്ന ആൾക്കാർ പിന്മാറുക എന്നുള്ളതാണ്. അറിയാൻ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്ന് പോയി നോക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.